ആരാണ് ഈ പറയണത്? വ്യൂസിനും ലൈക്സിനും വേണ്ടിയിട്ട് ഇത്രയേറെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയ ആളാണ് റീച്ചിന് വേണ്ടി ഞാൻ ചെയ്തെന്ന് പറയുന്നത്. എന്താ ഉറക്കം വരുന്നു പറഞ്ഞല്ലോ ഒരു അബദ്ധം. അബദ്ധങ്ങളുടെ ഒരു ഘോഷയാത്ര തന്നെയാണല്ലോ നിന്റെ ജീവിതം. ത്രെട്ടൻ ചെയ്യുന്നു, സ്ട്രൈക്ക് കൊടുക്കുന്നു പറഞ്ഞിട്ട് നിങ്ങൾക്ക് എങ്ങനെ സാധിക്കുന്നു? നിങ്ങൾ എന്നിട്ടും അക്സെപ്റ്റ് ചെയ്തിട്ടില്ല നിങ്ങളുടെ മിസ്റ്റേക്ക്. സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? പക്ഷെ നിങ്ങൾ ഇത് കഴിഞ്ഞതിന് ശേഷം ഒരു പോസ്റ്ററെങ്കിലും ഇട്ടോ. എത്ര ആൾക്കാരാണ് ഒരു ഇന്റർവ്യൂ എടുത്തു കഴിയുമ്പോൾ അതിന്റെ ഉള്ളിലുള്ളത്? അത്രയും ആൾക്കാർ അത് റെസ്പോൺസിബിൾ അല്ലേ? നീ എന്താ ഒന്നും മിണ്ടാതിരുന്നത്? നിന്റെ നാവ് ഇറങ്ങിപ്പോയോ? ഇങ്ങനെ മിണ്ടാൻ പറ്റാതെ നിൽക്കുന്നതിന് ഞങ്ങളുടെ നാട്ടിൽ എന്താ പറയാന്നറിയോ? അണ്ണാക്കിലെ പിരിവെട്ടി. നിങ്ങളുടെ മീഡിയ അതിൽ റെസ്പോൺസിബിൾ അല്ലേ? ആ മീഡിയ എന്തെങ്കിലും ഇതിനെ പറ്റി ഇട്ടോ. പക്ഷെ നിങ്ങൾ നിങ്ങളുടെ തെറ്റ് അക്സെപ്റ്റ് ചെയ്യുന്നില്ല. നിങ്ങൾ എനിക്ക് അയച്ച മെസ്സേജ് നോക്കൂ. അതിപ്പോ അങ്ങനെയൊന്നുമില്ല. പറയട നാട്ടുകാരോട്. അതൊക്കെ ഞാൻ വേറെ രീതിയിൽ പറഞ്ഞു കൊടുക്കും. ഇനി ഇപ്പൊ ഇത്തിരി നാറിയാലും അത് ഞാൻ അങ്ങനെ സഹിക്കും. ഇപ്പൊ ഉള്ളതിനേക്കാൾ കൂടുതൽ നാറരുതെന്ന് എനിക്ക് പ്രാർത്ഥനയുള്ളൂ. ഒരു പറഞ്ഞ വേർഡ്സ് ആണ് ഞാൻ ഇവിടെ കൊടുക്കുന്നത്. ഇവരുടെ ഈ കോമന്റ് കണ്ടാൽ അറിയാം ഇത് നിങ്ങളുടെ സ്ഥിരം ഏർപ്പാടാണ്. നിങ്ങൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ പറയുന്നതാണ്. അപ്പൊ ഇത് തീരെ തരംതാണവരെ അങ്ങനെയൊക്കെ ചെയ്യും. ഈശ്വര, ഇതൊക്കെ എന്റെ തലയിലാവൂലോ. അതെങ്ങനെ നിന്റെ തലയിലാവണം? പിന്നെ നീ കയറിയേക്കോ? ഞാനാക്കണ. ഞാൻ അതിന്റെ ഒരു കുറവ് മാത്രമേ ഉള്ളൂ. അതൊന്നും പോരാനിട്ട് നിങ്ങൾ ആ ലാസ്റ്റ് ഈ മെസ്സേജിൽ പറഞ്ഞത് നോക്കൂ. അവൻ അങ്ങനെ പറഞ്ഞത് ആളുകൾ വേറെ രീതിയിൽ എടുത്താണ്. അപ്പൊ തെറ്റ് മൊത്തം ഇപ്പൊ ആൾക്കാർക്കായി. ഇതെല്ലാം കൂടി നമ്മള് കുറ്റായോ? അല്ലടാ എന്റെ Aren't you ashamed of yourself, Variety Media? ഇത്രയും മതിയോ അതോ ഇനിയും വേണോ? ശരി, കിട്ടിയാ? കിട്ടി. പലിശ സഹിതം കിട്ടി.